MWZ മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് 999 മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള സംഘടിപ്പിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രഥമ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കള്ളക്കേസെടുക്കുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്തുണ്ടായതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയും സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെയും നിരന്തരം തെറ്റായതും അങ്ങേയറ്റം ദുരുപദിഷ്ടവുമായ വാർത്തകൾ ചമച്ചുവിടുമ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു തരത്തിലുള്ള ഹാനിയും സംഭവിക്കരുത് എന്ന ധാരണയോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. But today we are compelled to look back with concern. Senior journalists who have spent decades shaping public opinion, defending democracy and holding power accountable face insecurity, indignity and neglect in their later years. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള സംഘടിപ്പിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രഥമ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള പ്രസിഡന്റ് അലക്സാണ്ടർ സാം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, സ്വാഗത സംഘം അധ്യക്ഷൻ ജോൺ മുണ്ടക്കയം, ജനറൽ കൺവീനർ കരിയം രവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വൈകിട്ട് നടന്ന ദേശീയ മാധ്യമ സെമിനാർ പ്രമുഖ മാധ്യമ ഗവേഷകയും കോളമിസ്റ്റുമായ സെവന്തി നൈനാൻ ഉദ്ഘാടനം ചെയ്തു. SJF ഡൽഹി ഘടകം പ്രസിഡന്റ് സന്ദീപ് ദീക്ഷിത് മോഡറേറ്ററായിരുന്നു.